29ാമത് IFFKയിൽ ജിതിൻ ഐസക് തോമസ് സംവിധാനം ചെയ്ത പാത്ത് എന്ന സിനിമ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്. സിനിമയുടെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ആഷിഖും ഗൗതമിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. വെൽക്കം ആഷിഖ്, ഗൗതമി. നിങ്ങളുടെ സിനിമ ഇപ്പം മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ സ്ക്രീൻ ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയാം രണ്ടുപേരും ആദ്യത്തെ സിനിമയാണ് ആസ് എ ലീഡ് റോൾസ് എന്ന രീതിയിൽ. എങ്ങനെ തോന്നുന്നു, എന്ത് ഫീൽ ചെയ്യുന്നു? ആക്ച്വലി ഹാപ്പിയാണ്. IFFKയിൽ ഇത് രണ്ടാമത്തെ തവണയാണ്. ആദ്യം ജിതിൻ്റെ തന്നെ ഫ്രീഡം ഫൈറ്റ് എന്നുള്ള പ്രാതുമു സെഗ്മെൻറ്റിൽ വൺ ഡേ വന്നിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ്. ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് IFFKയിൽ ഗസ്റ്റായിട്ട് അറിയിട്ടുള്ളത്. പിന്നെ ഡെബ്യൂ മൂവിയായ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സാധനങ്ങളും. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പെർഫോമൻസ് ആണെങ്കിലും നിങ്ങളുടെ ഷൂട്ടിംഗ് സെഗ്മെൻറ്റിലാണെങ്കിലും നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആദ്യം നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഫിലിം എഡിറ്റർ കൂടിയാണ് സിനിമയിൽ. അപ്പോൾ എങ്ങനെയാണ് ആസ് എൻ ആക്ടർ അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്? ഇല്ല, ജിതിൻ പറയണേ ലിസൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. ഉണ്ണി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, എഡിറ്ററാണ്. അപ്പോൾ പുള്ളിക്ക് കിട്ടുന്ന ഒരു ഫൂട്ടേജിൽ നിന്ന് ഉള്ളൊരു സോങ് കേട്ടിട്ട് അതിൻ്റെ പിന്നാലുള്ള ട്രാവലാണ് സിനിമ. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയാം. അനുപമ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഉണ്ണിയുടെ ഗേൾ ഫ്രണ്ടാണ്. ഈ പ്രോസസ്സ് സെയിം തന്നെയായിരുന്നു. ഞങ്ങൾ തലേദിവസം ജസ്റ്റ് റിഹേഴ്സൽ പരിപാടി അങ്ങനെയൊക്കെ പോയിട്ട് ജിതിൻ പറയുന്ന കേൾക്കുന്ന അങ്ങനെ കുറച്ച് നമ്മൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യും, അത് ഓക്കെയാണോ, അങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്ത് പിന്നെ രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഷൂട്ട് നല്ല രസമായിരുന്നു. നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് വലിയൊരു മീഡിയ ആണ്. അതിൻ്റെ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒരാൾ ആണ് ഇപ്പോൾ ആഷിഖും ഗൗതമിയും. അതിന് മുൻപ് എന്തായാലും ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ആക്ടർ ആവുന്നത് ഒരു വലിയൊരു ജേണി ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും. അതെങ്ങനെയായിരുന്നു ഒരു തുടക്കം മുതൽ ഇപ്പം എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ വരെ? ഞാൻ സ്റ്റാർട്ടിങ്ങൊക്കെ ഓമനക്കുട്ടൻ, ഇബ്ലീസിലൊക്കെ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് കള എന്നുള്ള മൂവിയിലാണ്. അത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്പേസ് അല്ല, പക്ഷെ എന്നാലും കുറച്ച് ടൈം കിട്ടിയുള്ളത് കളയിലാണ്. പിന്നെ ജിതിൻ്റെ തന്നെ വർക്കായ രേഖ, ഫ്രീഡം ഫൈറ്റിലുള്ള പ്രാതുമു എന്നുള്ള സെഗ്മെൻറ്റിലാണ്. അതിനുശേഷം അതിനേക്കാളും കുറച്ചും കൂടി സ്പേസ് ഉള്ള സിനിമയാണ് പാത്ത്. അതായത് തുടക്കം ഒരു ഷോർട്ട് ഫിലിം അവിടെ നിന്നെല്ലാം തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് എത്തരത്തിലുള്ള സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും? ഇല്ല, ശരിക്കും ഫസ്റ്റ് ഞാൻ എറണാകുളം വന്ന ടൈമിലൊക്കെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഭയങ്കര കുറച്ച് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അനൂപാണ് എനിക്ക് വേണ്ടിയിട്ടൊരു ഷോർട്ട് ഫിലിം എഴുതിയിട്ടുണ്ടായിരുന്നു, മൃഗം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷമാണ് കുറച്ച് പേര്, അതായത് നമ്മളെ പിന്നെ വേറെ ഷോർട്ട് ഫിലിമിലേക്കൊക്കെ വിളിക്കാൻ തുടങ്ങിയ അതിൽ നിന്നാണ്. അപ്പോൾ തുടക്കം ശരിക്കും മൃഗം എന്ന് പറഞ്ഞുള്ള ഷോർട്ട് ഫിലിമാണ്. മൃഗത്തിന് അവാർഡും കിട്ടിയിട്ടുണ്ടോ? IFFKയിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ മുന്നേ പടത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ ഓഡീഷൻസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 8 years ആയി ട്രൈ ചെയ്യുന്നു. ഞാൻ ആദ്യം കുറച്ച് ഓഡീഷൻസൊക്കെ അറ്റൻഡ് ചെയ്ത വർക്ക് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ SRF ഫിലിം കോഴ്സിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിറങ്ങി കുറച്ച് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാവലാണല്ലോ സിനിമ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ തേടിയുള്ള ഒരു യാത്രയും അതിൽ നിന്ന് കിട്ടുന്ന മാനസിക സംഘർഷങ്ങളും പരിപാടികളൊക്കെയാണല്ലോ സിനിമ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ ഒരു ജേണി എങ്ങനെയുണ്ടായിരുന്നു? മോക്യുമെൻ്ററി ഉള്ള ജോണറാണ്. അപ്പോൾ കൂടുതലും എന്താ പറയുക, തിയേറ്റർ ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടായിരുന്നു നമ്മളിപ്പോൾ തൃശ്ശൂരാണെങ്കിലും വയനാടാണെങ്കിലും അവിടെ പോയിട്ട് ഓരോ ആർട്ടിസ്റ്റുകളെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എറണാകുളത്തുള്ള ഫ്ലാറ്റിലുള്ള എല്ലാതും കഴിഞ്ഞിട്ടാണ് പോയത്. നമുക്കും മൊത്തം ഒരു എന്താ പറയുക ട്രിപ്പ് പോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു അങ്ങനെയുള്ള പരിപാടിയാണ്. എറണാകുളം, വയനാട് ആ ഭാഗത്തേക്കൊക്കെയാണ്? എറണാകുളം നമ്മൾ കാക്കനാട് ഭാഗത്തായിരുന്നു. പിന്നെ വയനാട്, കോട്ടയം, തൃശ്ശൂർ അങ്ങനെയൊക്കെ.